ഒരു കുറച്ച് ലേറ്റായി, അതിനെല്ലാവരോടും ക്ഷമ ചെയ്യണം. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. കഴിഞ്ഞ സിനിമ ഉപചാരപൂർവ്വം കൊണ്ട് ചെയ്യുന്ന സിനിമയായിരുന്നു. സൈജ് ഗ്രൂപ്പേറിനായിരുന്നു നായകൻ. സൈജറിന് എത്താൻ കുറച്ച് ലേറ്റാവും. എനിക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ഇങ്ങനൊരു വേദിയിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് ആൾക്കാരെ ഓർക്കേണ്ട ഒരു സമയമാണിത്. നന്ദിയാണ് അലക്സ് സാർ, സജീവ് സാർ, ആൻഡ് മാഡം. ഒരു സബ്ജക്റ്റ് കേട്ടിട്ട് അവർ എസ് പറഞ്ഞതിൻ്റെ പേരിലുണ്ടായ സിനിമയാണ്. എന്നെക്കാളൊക്കെ അപ്പുറം എന്നെ ഇതിലേക്ക് എത്തിച്ച എൻ്റെ അച്ഛനെ തുല്യം പോലെ ഞാൻ കാണുന്ന ഏറ്റവും ബഹുമാനിക്കുന്ന മനുഷ്യൻ ജോണി ചേട്ടന് വലിയൊരു നന്ദി. പിന്നെ ഇത്രയും ഷോർട്ട് ടൈമിൽ ഈ പ്രോഗ്രാം ഞങ്ങൾ കുറച്ച് ദിവസം മുന്നെയാണ് അത് പ്ലാൻ ചെയ്തത്. കേട്ടോ, റിലീസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഇവിടെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കാര്യം പെട്ടെന്ന് വിളിച്ചിട്ട് വന്ന ആൾക്കാരാണ്. ഷറഫായിനൊക്കെ ഇന്ന് വിളിച്ചിട്ട് വന്നാൽ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദി എല്ലാവരോടും. ദിലീപ് ചേട്ടനോടും, ജോണി ചേട്ടനോടും, ബ്ലിസ് സാറിനോടും, നിശ്ചിൻ ചേട്ടനോടും, അജിത് സാറിനോടും, മനോജ് ചേട്ടനോടും, പിന്നെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും, എല്ലാവരോടും, സിജു ഭായി, അരുൺ ചേട്ടൻ, എടുത്തു പറയാനുള്ള ബാക്കി എല്ലാവരും, പോൾ സാർ, എല്ലാവരോടും ഒരുപാട് നന്ദി. എന്തിനധികം സംസാരിക്കുന്നത്, ഞങ്ങൾ ആക്ച്വലി പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് തയ്യാറായി വന്നത്. അധികം സംസാരിച്ച സമയം കളയണ്ട എന്നുള്ളതല്ലേ കറക്റ്റ്. എങ്കിലും മൈക്ക് കൈ കിട്ടിയ സ്ഥിതിക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പ്രധാനമായിട്ടും അരുൺ ഗുണ്ടജയ് എന്ന് പറഞ്ഞ സിനിമയായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഇതിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ അപ്പാർട്ട് ഫ്രം ബ്ലസ്സി സാറും ദിലീപേട്ടനെ വെച്ച് ബാക്കി എല്ലാവരുമായിട്ടും അഭിനയിച്ചിട്ടുള്ളതാണ്, വർക്ക് ചെയ്തിട്ടുള്ളതാണ്, പാട്ടുകൾ ചെയ്തിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി രാജേഷിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, രാജേഷിൻ്റെ പാട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ചതെല്ലാം ഒരുമിച്ചാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആ കൊടുക്കൽ വാങ്ങൽ അത്രയ്ക്ക് ഈസിയാണ്. രാജേഷ് എന്താ പറയുക, ഇപ്പം ചില പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ചില മീറ്റർ അപ്പുറത്തേക്ക് എടുത്താണ്, ചില മീറ്റർ ഇപ്പുറത്തേക്ക് എടുത്താണ്. യാതൊരു പ്രശ്നമില്ല, രാജേഷ് എല്ലാ സ്വാതന്ത്ര്യം തരും. അപ്പോൾ രാജേഷിൻ്റെ കൂടെ ഒരു 7 പാട്ടുകൾ വർക്ക് ചെയ്തു ഈ സിനിമയിൽ. പുതിയ പാട്ടുകൾ വരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനൊരു അവസരം ഒരുക്കി തന്ന അരുൺ ഭായിക്ക് ഒരുപാട് നന്ദി. ഞാൻ മൈക്ക് രാജേഷിന് കൊടുക്കാം. താങ്ക് യു. ഇവിടെ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്ന അരുൺ, ആ മൊമെൻ്റ് ഉണ്ടായ രീതി, അതൊക്കെ വളരെ നല്ലൊരു മൊമെൻറ്റ്സ് ആയിരുന്നു. അവിടെ നമ്മൾ ഇവിടെ വന്നു. ആൻഡ് അലക്സ്, അവിടെ നമ്മൾ ഇവിടെ വരെ എത്തിയത് തന്നെ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ജേർണി. ഇന്നും പടം മ്യൂസിക് കംപ്ലീറ്റ് ആയിട്ടില്ല, ടു ബി ഓണസ്റ്റ്. ബട്ട് ഇന്നും എൻ്റെ കൂടെ പേഷ്യൻസോടെ നിൽക്കുന്നുണ്ട്. യു ആർ സപ്പോർട്ടിങ് അസ്. സോ താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് ഈ വിഷൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ആൻഡ് അത് എനിക്കും ആ കഥയുടെ ഒരു ചെറിയൊരു ഭാഗം എനിക്കും കൊണ്ടു. ഓക്കെ, ഇത് നല്ലൊരു വിഷയമാണ് എന്നൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ടൈം. സോ ഞാൻ ഇതിൽ നല്ലൊരു പാട്ട് പാടുന്നുണ്ട് മോസ്റ്റ് ഞാൻ സംസാരിക്കാൻ റിയലി ഹാപ്പി ടു ബി ഹിയർ. ഈ ഒരു നിമിഷത്തിന് വേദിയിൽ നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യത്തിന് ഒരു വലിയ നന്ദി കൂടി പറയുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിനും ഈ ഒരു വലിയ ആഘോഷത്തിന്റെ ഭാഗമായതിനും. Ladies and gentlemen, a thunderous round of applause for United Kingdom of Kerala's audio launch ceremony. A big round of applause. ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടുകളുമായി മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന പാട്ടുകൾ സമ്മാനിക്കുവാൻ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമയ്ക്ക് സാധിക്കട്ടെ എന്ന് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ആശംസിക്കാം. നമസ്കാരം. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ദിലീപ് എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 2008 ഞങ്ങൾ കൽക്കട്ട ന്യൂസിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൽക്കട്ടയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് ദുബായിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നത്. അത് ശ്രീ PK സജീവിൻ്റെ ആയിരുന്നു. അദ്ദേഹത്തിന് എന്നെ വേറൊരാൾ പരിചയപ്പെടുത്തിയിരുന്നു. ആ സമയത്ത്
എൻ്റെ അടുത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ എനിക്ക് വേണം, അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് ഇപ്പം പ്രത്യേകിച്ച് ദിലീപ് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് അത് ആ നിമിഷങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്. അങ്ങനെയാണ് പ്രണയം എന്ന ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ട് ആനും സജീവും കൂടെ എത്തുന്നത്. ഏറ്റവും നല്ല സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ്. അത് ഏറ്റവും നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ 8 സിനിമകളോ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അതിൽ ഏറ്റവും മനോഹരമായ ഒരു നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരുന്ന് ഞാൻ ശരിയാകത്തില്ല. പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ വരുമ്പോൾ പോലും നിർമ്മാതാക്കൾ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഞാൻ കുളുമണാലിയിലെ അവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ വളരെ മോശമായപ്പോൾ ജിബും ഒക്കെ ആയിട്ട് ആ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് അത് എടുത്തുകൊണ്ട് അവിടെ പോയി അത്രയും എക്സ്പെൻസ് ഉണ്ടാക്കണ്ടായിരുന്നു, ഞാൻ വേണ്ടായെന്ന് പറഞ്ഞു. അപ്പം സജീവ് പറഞ്ഞതാണ്, എന്തിനാ ഇത്രയധികം നമ്മൾ ഈ പാട്ടുകൾ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വരെ വന്നപ്പോൾ അങ്ങനെ ഒരു ചിലവ് കുറച്ച് നമുക്ക് സിനിമ ചെയ്യണ്ട. അപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയോടുള്ള വളരെ ശക്തമായ സ്നേഹവും പ്രണയവും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ആനും സജീവും ഒക്കെ. അത്തരത്തിലുള്ള ഒരു നിർമ്മാതാക്കൾ മലയാള സിനിമയെ ഏറ്റവും ശക്തമായി തുടരുക എന്നുള്ളത് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന് കഴിയുന്ന തരത്തിലേക്കൊക്കെ ഈ സിനിമകളൊക്കെ വളരട്ടെ, വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദിലീപേട്ടൻ ആദ്യം മയക്കങ്ങ് കൊടുത്തത് അത് ഓണാവത്തില്ലായിരുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായി. ഇത് ഇപ്പോൾ സംസാരിച്ചാൽ എല്ലാവരും കേൾക്കും. എല്ലാവർക്കും നമസ്കാരം. ബ്ലസ്വേ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് വന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വന്നത്. ഇദ്ദേഹം അത് എന്നോട് പറഞ്ഞില്ല. ഞാൻ കണ്ടു മാറി സംസാരിക്കുന്നു. പക്ഷേ അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ അപ്പം അത് കയറി തൂങ്ങിയത്. എന്തായാലും ഇപ്പോഴും നിങ്ങൾക്കത് മിസ്സായിട്ടില്ല. അവർ രണ്ടുപേരും കൂടി ഇരിപ്പുണ്ട്, നമ്മൾ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നുണ്ട്. വലിയ സന്തോഷം. ഞാൻ ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കിവിടെ പരിചയമുള്ള നിർമ്മാതാക്കളുടെ ഒരാൾ അലക്സിയാനാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അലക്സിയാനും ലാൽ ജോസും സുധീഷ് മീശമാൻ്റെ പ്രൊഡ്യൂസർ, ഞങ്ങൾ ഒരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയത് ഗുഡ് ഫൈ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ 5 ശരിയല്ലാതെ. അതുകൊണ്ട് പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല. അത് തമാശ പറഞ്ഞാണ്. ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അലക്സിയാനെ ഞങ്ങൾ കാണുന്നത് അലക്സിയാൻ്റെ ജോലിയായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അലക്സിയാൻ ലാൽ ജോസിൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യാനുള്ള മണത്തൂർ കനവ്. അതിനുശേഷം അലക്സിയാൻ പല സിനിമകൾ ചെയ്തു. അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ, റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ പോയി താമസിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള അലക്സിയാൻ്റെ വിളി രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ്, അദ്ദേഹത്തിൻ്റെ ബാല്യ സുഹൃത്ത് ആയ സജീവായി, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ഞാൻ, അതുപോലെ രഞ്ജിത്ത്, മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ താരോദയം. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആലുവ സംഗമമാണോ എന്ന് എനിക്ക് തോന്നിപ്പോയത് പെടുന്നത്. കാരണം വലിയ ഭാഗ്യമുണ്ട്. ആലുവയിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിൽ സജീവമായിട്ടിരിക്കുന്നുണ്ട്. വലിയ സന്തോഷം. പിന്നെ ഈ പറയുന്ന പോലെ ഒക്കെ സഹോദര തുല്യരാണ് അവിടെ ഇരിക്കുന്നത്. ഒന്ന് ഇപ്പുറത്തെ ജോണി, ഒന്ന് അജിത് ഭായ്, ലിസ്റ്റിൻ, മനോജ്. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കി നടന്നിരുന്ന ഈ രാജേഷ്, കാരണം നമ്മൾക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ നമ്മൾ ഇന്നല്ല ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഇവിടെ വരാൻ സാധിച്ചതിൽ, അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ, പിന്നെ ഇതിൻ്റെ ട്രെയിലർ നമ്മൾ കണ്ടു, പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല, കാണിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിലർ കണ്ടിടത്തോളം ഇതിൻ്റെ രസകരമായിട്ടാണ് തോന്നിയത്. നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.
അതിൻ്റെ ഒരു എലിമെൻ്റ് ഒരു കണ്ടന്റ് ഒരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ വളരെ സാധ്യതകളായിട്ട് തോന്നുന്നുണ്ട്. സിനിമ ഗംഭീര വിജയമാവട്ടെ. കാരണം ഇപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സിനിമ ഓടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാം നന്മകൾ നേരുന്നു. അതല്ല യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ അരുൺ കുറേ കാലമായി നേരത്തെ പറഞ്ഞാൽ ശരിയാണ്. അരുണും നല്ല ടെക്നീഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഉപചാരപൂർവ്വം കൊണ്ടജയം കണ്ട് ഒരുപാട് ചിരിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ്. നല്ല നല്ല സിനിമകൾ വരട്ടെ, നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. പുതിയ ആൾക്കാരെന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്നൊന്നര തുടങ്ങിയതൊന്നുമല്ല. ലോഹിത് സാറിൻ്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതൽ സല്ലാപം എന്ന സിനിമ ചെയ്യുമ്പോൾ മെയിൻ അസോസിയേറ്റ് ബ്ലസ്സിയായിരുന്നു. അപ്പം അന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലത്ത് എത്രയോ വർഷത്തെ ബന്ധമുണ്ട്. ഇത് 95 അല്ലേ, 95-96 കാലഘട്ടം മുതലുള്ള ബന്ധമാണ്. അദ്ദേഹം മറക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാലും വലിയ സന്തോഷം എല്ലാവരും കാണാൻ. അതുപോലെ പുതിയ തലമുറയിലെ ആൾക്കാർ ഐശ്വര്യ നമ്മളെല്ലാം ഇടുക്കിയ ഒരാളാണ്. ഞാനിവിടെ വെച്ചാണ് ഇപ്പോൾ കാണുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഇതിലെ നായിക, ഈ പടത്തിലെ നായിക പേര് സാരംഗി. ഓൾ ദി ബെസ്റ്റ്. എവിടെ ഇരിക്കുകയാണ് കണ്ടുകൂടാ പോയാ. എല്ലാവർക്കും ജോണി ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നില്ല. ഞാൻ ഒരു സിനിമയും ജോണി വെറുതെ വിടുന്നില്ല. ഇടയ്ക്ക് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുക CD മൂസ സെക്കൻഡ് ഉണ്ടോ? ഞാൻ പറയാം അവിടെ ചെയ്യാൻ അവൻ്റെ ഇവിടെ ഒന്നുമില്ല, അവൻ എൻ്റെ പുറകെ പോയിരിക്കുകയാണ്. എന്നെങ്കിലും വരും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഡയറക്ഷനിലേക്ക്. വലിയ സന്തോഷം ഈ സായാഹ്നത്തിൽ ഈ വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത്. താങ്ക്സ് എ ലോട്ട്. ഓൾ ദ ബെസ്റ്റ്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ ക്ഷമിക്കണേ. അയ്യോ, എൻ്റെ മക്കളെ എൻ്റെ അത്ര അടുപ്പമുള്ള ഷാനീസാക്കി, ഷറഫ് ശബരിനെ കണ്ടു, ഞങ്ങളിവിടെ കൈമാറി. വലിയ സന്തോഷം. സിജു, സോറി, അരുൺ, എല്ലാവരും താങ്ക്സ് എ ലോട്ട്. അതിന്റെ ഓഡിയോ ലോഞ്ചൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഓഡിയോ ലോഞ്ചിലെങ്കിലും അത് പറയാനോ എന്ന് വിചാരിച്ചിട്ട് എന്നെ നിർമ്മാതാവ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരിപ്പുണ്ട്. അപ്പൊ അത് ഇതിന്റെ തിരക്കിന്റെ ഇടയിൽ അത് മറക്കരുത് കേട്ടോ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്റെ സിനിമ കാണാൻ മറക്കരുത്. അതുകൊണ്ട് ഇനിയൊന്നുമില്ല. ബാക്കിയെല്ലാം ലിസ്റ്റ് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. UK ഓക്കെ അങ്ങനെയുള്ള നമ്മൾ ചെറുതായിട്ട് പറഞ്ഞാൽ പറയും യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. എല്ലാവരുടെയും മനസ്സിൽ രജിസ്റ്റർ ആവട്ടെ. തീർച്ചയായും. പേരിൽ തന്നെ ഒരു പുതുമയുണ്ട്, പേരിൽ തന്നെ ആകാംക്ഷയുണ്ട്. ആകാംക്ഷ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടുത്തില്ല. ഈ ടീമിന്റെ പുതിയ വർക്കേറ്റവും നന്നാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പുത്തൻ പടമാണ് എല്ലാം കൊണ്ടും. കാരണം എൻ്റെ സംവിധായകൻ അരുൺ വൈഗ, പ്രൊഡക്ഷൻ ഹൗസ് ഫ്രാഗ്രൻ മൂവീസ് അല്ലേ, എല്ലാം കൂടെ പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ. എന്തായാലും ഒരുപാട് സന്തോഷം. പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഒരു പുതിയ രീതിയായിരുന്നു. പക്ഷേ എനിക്ക് അവർ തന്ന കേരളം സ്നേഹവും ഞാൻ മറക്കില്ല. ഞാനിവിടെ ആകെ എനിക്ക് പരിചയമുള്ളത് നമ്മുടെ ജോണി ആന്റണിയാണ്. പക്ഷെ ജോണി ആന്റണിയായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീനും ഇല്ല. അങ്ങനെ അല്ലെങ്കിൽ ജോണി ആയിട്ട് എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ച് എന്നാ പറയാനാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം അത് സാധിച്ചില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പുത്തൻ സിനിമ, നല്ല സിനിമയിൽ ജോലി ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമമായിരുന്നു. കാരണം ഈ സ്ക്രീനിലൊന്നും എൻ്റെ ഒരു തല പോലും കണ്ടില്ല. ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പം ഇയാളെന്താ ഇവിടെ കാര്യം എന്ന് കരുതി കാണും. ഞാൻ അതൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് അരുൺ പറഞ്ഞ ഒരു ചെറിയ സസ്പെൻസ് ആണ്, സർപ്രൈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും അതവിടെ പൊട്ടിക്കുന്നില്ല. ഒരുപാട് സന്തോഷം. ബ്ലസ്സിയൊക്കെ വീണ്ടും ഒരുപാട് നാളെ ശേഷമാണ് കാണുന്നത്. നമ്മൾ മിക്കവാറും ചാറ്റിംഗ് ഉണ്ട് വാട്സപ്പിൽ. ദിലീപ് സല്ലാപത്തിന് ആരംഭിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് കുളിർമ കോരിയിട്ടു. കാരണം നമ്മളൊരുമിച്ചായിരുന്നു. ബ്ലസ്സി പറഞ്ഞ പോലെ നമ്മൾ 92 കുടുംബസമേതം വന്ന ജയരാജന്റെ സിനിമയിലാണ് ഞങ്ങൾ അധികം പരിചയപ്പെടുന്നത്. അന്ന് ബ്ലസ്സി അസോസിയേറ്റ് ആയിരുന്നു. ഓഫ് കോഴ്സ് എല്ലാവരും പിന്നെ സമ്മാനം. ബ്ലസ്സിയുടെ ആദ്യ സിനിമയായ കാഴ്ചയിലും ഞാനൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിരുന്നു. ദിലീപിന്റെ ആദ്യകാലത്തെ എല്ലാ സുപ്രധാന പടങ്ങളിലും നമ്മൾ ഒരുമിച്ചായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകൾ.
അസിസ്റ്റൻ്റായിട്ട്. പിന്നെ ദിലീപും എൻ്റെ ഒരു സിനിമയിൽ അസിസ്റ്റൻ്റായിരുന്നു. കമലിക്കയുടെ ഗസൽ എന്ന സിനിമയിൽ ദിലീപ് അസിസ്റ്റൻ്റായിരുന്നു. ഇന്നത്തെ കോമഡികളൊന്നും ഞാൻ പറയുന്നില്ല. ജോണി ആന്റണിയാണ് എന്നെ ഞെട്ടിച്ചത്. ഞാനിപ്പോൾ വരുമ്പോൾ പറയാനിരിക്കുന്നത്, ജോണിയുടെ ആദ്യത്തെ സിനിമ 1996 തുളസിദാസിന്റെ കുങ്കുമച്ചപ്പ് എന്നൊരു സിനിമ. അതിലാണ് ഞാൻ ആദ്യം ജോണിയെ പരിചയപ്പെടുന്നത്. ജോണി അന്ന് അസിസ്റ്റന്റ് ആയിരുന്നു, 4ാമത്തെ അസിസ്റ്റന്റ് ആയിരുന്നു. ശോഭനായിരുന്നല്ലോ നായിക. അപ്പം ഞാനിവിടെ ജോണിയോട് ചോദിച്ചു, ജോണി നമ്മുടെ 96 മറ്റേ കുങ്കുമച്ചപ്പ് അതല്ലേ നമ്മൾ ആദ്യം ചെയ്തത്? ചേട്ടാ നമ്മൾ 91 ചാഞ്ചാട്ടം ചെയ്തില്ലേ? 91 ഉണ്ട്, ഇതേ നിൽക്കുന്നു അല്ലേ? 91 ജയറാമായിരുന്നല്ലോ നായകൻ അല്ലേ? ജയറാം ഉർവശി. അങ്ങനെ ഞാനൊരു സപ്പോർട്ടിംഗ് റോൾ. ഞാൻ അധികം സീനിയർ ഒന്നും അല്ല, ഞാൻ എൻ്റെ ഒരു 5ാമത്തെ സിനിമ, അത് അത്ര ആയിട്ടുള്ളൂ. അല്ല അപ്പൊ 91-90 കാലഘട്ടത്തിൽ ഞാനും എത്തിയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിചിത മുഖങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ വീണ്ടും ഒരുപാട് നാളോടി കാണാൻ സാധിച്ചു. നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ. ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അജിത്തിൻ്റെ വർക്ക് ചെയ്തില്ല, ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു നല്ല മികച്ച എല്ലാ സന്തോഷമുള്ള ഒരു സായാഹ്നത്തിൽ പങ്കുചേരാൻ സാധിച്ചു. നമ്മുടെ ഒരു സിനിമ ഇറങ്ങുന്നു, അത് വിജയിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാ സിനിമയും ഇപ്പോൾ തുടരും എന്ന സിനിമ ഭയങ്കര വിജയമാണെന്ന് കേൾക്കുന്നു. ഒരുപാട് സന്തോഷമാണ്. എല്ലാ സിനിമയും വിജയിക്കട്ടെ. എല്ലാവർക്കും നല്ലത് നേരുന്നു. നന്മ വരട്ടെ. UK ഓക്കെ, ഡബിൾ ഓക്കെ ആവട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സാധാരണ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഒരു സിനിമ ഓക്കെ ആണ് എന്ന് കേൾക്കുന്നതാണ് ആ പ്രൊഡ്യൂസർക്ക്, ആ ടീമിനെല്ലാം ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഈ സിനിമയെ സംബന്ധിച്ച് അതിൻ്റെ ടൈറ്റിലിൽ തന്നെ ഓക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടിട്ട് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് UK മാത്രം ഓക്കെ ആകാൻ പാടില്ല, ഇന്ത്യയിൽ കൂടെ ഡബിൾ ഓക്കെ ആയിട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ വരുമ്പോൾ UK ഓക്കെ ഒരു വലിയ നല്ല ഒരു വിജയ ചിത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ഈ സിനിമ കണ്ട ആൾക്കാരിൽ ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരു നല്ലൊരു പ്ലോട്ട് ആണ്. ഈ സിനിമ ഒരു സോഷ്യൽ മെസ്സേജ് പറയുന്ന ഒരു സിനിമയാണ്. ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ ഈ സിനിമ വിതരണത്തിന് ഏറ്റെടുക്കേണ്ട ഒരു ചിത്രമായിരുന്നു. കാരണം ദിലീപേട്ടൻ്റെ സിനിമ റിലീസ് ചെയ്യാനുള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ ഒരു മാജിക് ഫ്രെയിംസും ഇതിൻ്റെ ഒരു പാട്ടാകുന്നതിൽ ഒരു അഭിമാനമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഡയറക്ടർക്ക് എല്ലാവിധ ആശംസകളും നൽകുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഒരു ഓഡിയോ റിലീസ് ആകുമ്പോൾ അതിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അതിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ രാജേഷിനും എൻ്റെ എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ഞാൻ 3 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതിൽ അലക്സേട്ടനെയാണ് എനിക്ക് അധികം പരിചയമില്ലാത്തുള്ളൂ. ആനി ചേച്ചിയും സജീവേട്ടനും പറഞ്ഞിട്ടാണ് ഞാനും ഇവിടെ വന്നത്. എനിക്ക് തോന്നുന്നത് സാധാരണയിൽ ഒരു പ്രൊഡ്യൂസറുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവരുടെ അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് ആയതുകൊണ്ട് 2 പേര് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടിട്ടാണ് 2 പേരുടെയും പേര് വന്നേക്കുന്നതെന്ന് വിചാരിക്കുന്നു. എനിവേ, ഈ ഒരു സിനിമ വലിയ വിജയമാകട്ടെ. ഒപ്പം രഞ്ജിത്തിന്റെ ഹീറോ, അപ്പോൾ രഞ്ജിത്തിനും മലയാള സിനിമയിലേക്ക് ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അല്ലു അർജുൻ്റെ ഫാദറാണ്. അല്ലു അർജുൻ ഇങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ സ്വയം സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഈ മേഖലയിലേക്ക് ഇന്ന് ആ സ്റ്റാർ വലിയ സ്റ്റാറായി ഗ്ലോബൽ സ്റ്റാറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ള മാതാപിതാക്കന്മാരും ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ലിസ്റ്റിനെല്ലാം പറഞ്ഞു കഴിഞ്ഞ് സിനിമ അടിപൊളിയാവുന്നത് രഞ്ജിത്ത് അടിപൊളിയാവും. മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ വരണം, നല്ല നല്ല പ്രൊഡ്യൂസർമാർ വരണം. കാരണം അന്യ സംസ്ഥാന സിനിമകളൊന്ന് വിജയിച്ച് പോവുകയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലും നല്ല രീതിയിലുള്ള ഇങ്ങനെയുള്ള നല്ല സിനിമകൾ വന്നിട്ട് നല്ലോണം വിജയിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 2 സിനിമ എടുത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമ ഇനിയും ഞാൻ ചെയ്യുമെന്ന്. ഞാൻ രഞ്ജിത്തിനെ വെച്ച് സിനിമ ഒന്നും ചെയ്യാൻ പോവുകയാണ്. കാര്യം UK ഒക്കെ അടിപൊളിയാവും. ദിലീപേട്ടൻ പറഞ്ഞ എല്ലാവരും തന്നെ മനസ്സിലാവും. നമുക്കൊരു സിനിമയും പരാജയപ്പെടണമെന്ന് ആർക്കും ഇല്ല. പക്ഷേ എല്ലാ സിനിമയും വിജയിക്കണം, എങ്കിലേ നമ്മളെ ഇൻഡസ്ട്രിയിൽ നിൽക്കൂ എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ സിനിമയ്ക്ക് എല്ലാവിധത്തിലുള്ള വിജയങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സിനിമയിൽ ഒരു നല്ല വേഷമാണ് ചെയ്യുന്നത്. കാരണം ഹീറോയുടെ അച്ഛനായിട്ടാണ്. ഞാൻ കൂടുതലും അച്ഛൻ വേഷങ്ങളാണ്, അപ്പം വേഷങ്ങളാണ് ചെയ്യുന്നത്. ഞാനതിൽ വളരെ ഹാപ്പിയാണ്. കാരണം
ഒരുപാട് ഈ അപ്പൻ, അമ്മാവൻ, അളിയൻ അങ്ങനെയുള്ള റോളുകളാണ് ഞാൻ ചെയ്യുന്നത്. അത് മറ്റു അപ്പനെ നമ്മൾ ഈ തിരക്കുണ്ടെങ്കിൽ പോലും ചില പടങ്ങളിൽ ചില അപ്പനും അമ്മാളിയും അളിയനൊക്കെ ആകുമ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്നു. ഇപ്പം കൊള്ളാമല്ലോ അങ്ങനെ. പക്ഷെ അപ്പം ഞാൻ സേഫായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. ചീയുടെ ഞാൻ പടം കണ്ടപ്പോൾ ഒരുപാട് അപ്പന്മാർ വന്നിറങ്ങുന്ന ഒരു പടത്തിൽ വാഴ വാഴയിൽ ഒരുപാട് അപ്പന്മാർ ഏതാ. അപ്പം ഈ പറഞ്ഞ പോലെ വേഷങ്ങൾ നമുക്ക് വേഷങ്ങളാണെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന, അത് നമുക്ക് നന്നായി ചെയ്യാതെ എന്ന് തോന്നുന്ന ഒരു വേഷമാണ് ഇതിലെ റോയി എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് എന്നോട് ഡയറക്ടർ പറഞ്ഞു, രഞ്ജിത്ത് UAE ബേസ്ഡാണ്, അവിടെ പഠിച്ച ആളാണ്, അപ്പോൾ മലയാളത്തിലും കുറച്ച് കുറവുകളുണ്ട്. രഞ്ജിത്ത് ചെയ്ത സിനിമകൾ ഗോളം പോലുള്ള സിനിമകളാണ് വിളിച്ചത്. അപ്പോൾ നേറ്റിവിറ്റി പരിപാടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, എന്താ എന്ന് ഞാൻ വിചാരിച്ചു. അഭിനയം തുടങ്ങി 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഓർത്ത് എന്താ അയാളും ഇങ്ങനെ പറഞ്ഞേ. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, മോനിപ്പോൾ വളരെ മലയാളത്തോടെ നേറ്റിവിറ്റിയോടെ അഭിനയിക്കുന്നുണ്ടല്ലോ, എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടൻ്റെ മോനായിട്ട് എനിക്ക് US കാരനോ UK കാരനായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? ഒരു ചേട്ടൻ്റെ മോനായിട്ട് ബിലോ ആവറേജ് മലയാളിയായിട്ട് അഭിനയിക്കാൻ പറ്റും. പക്ഷെ അത് എൻ്റെ പ്രസൻസ് കൊണ്ടാണ് സാധിച്ചത്. പിന്നെ ഞാൻ വളരെ ഇപ്പോൾ ഒരുപാട് പേരെ പിന്നെ പറയാൻ ഒരുപാട് ആളുകളുടെ ഷാറഫോട്ടിൽ കൊണ്ട് ഒത്തിരി പേരുടെ അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട ഒരു മകൻ തന്നെയാണ്. കാരണം വളരെ ഹാർഡ് വർക്ക്, അതായത് നന്നാക്കാൻ വേണ്ടിയുള്ള ത്വര, ആഗ്രഹം. ഇപ്പോൾ ദിലീപിനത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന മോനെ, നാളെ ദിലീപിൻ്റെ സ്ഥാനത്തെത്തിയാൽ ആ ത്വര നഷ്ടപ്പെടുത്താതെ, ആ പവർ നഷ്ടപ്പെടുത്താതെ മുന്നേറാനുള്ള ശക്തി മോനുണ്ട്. തീർച്ചയായിട്ടും യുണൈറ്റിരിക്കണം. അരുൺ അതുപോലെ അരുൺ വൈക എനിക്ക് കുണ്ടജേനിൽ പുരുഷന് നല്ലൊരു കഥാപാത്രം തന്ന ആളാണ്. അപ്പോൾ അരുണിനോട് എനിക്ക് നന്ദിയുണ്ട്. പ്രിയപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് അച്ചായനാണ് എന്നോട് ഒരു സുപ്രഭാതത്തിൽ എന്ന് പറഞ്ഞാൽ, ജോണി ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്, അതിൽ അച്ഛൻ വേഷം ജോണി റോയിയുടെ കഥാപാത്രം ജോണി ചെയ്യണം. എനിക്ക് സബ്ജക്റ്റ് നേരത്തെ അറിയാമായിരുന്നു. ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഈ അണ്ണനെയും നമ്മുടെ സജീവ് സാറിനെയൊക്കെ പരിചയപ്പെട്ടത്. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. നല്ലൊരു സിനിമ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം. ഇന്ന് ഈ ഓഡിയോപ്പിനെ ഞാൻ ഓർത്തു ദിലീപ് എന്താ മറന്നുപോയെന്ന്. 9-ാം തീയതി ഞാൻ ദിലീപിൻ്റെ സിനിമയിൽ ഞാനും അഭിനയിക്കുന്നുണ്ട്, ലിസ്റ്റിൻ്റെ സിനിമ. അപ്പം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, അപ്പോൾ അതും കാണണം, യുണൈറ്റഡ് കിങ്ഡവും കാണണം. എല്ലാ സിനിമകളും കണ്ട് നിങ്ങളെ അനുഗ്രഹിക്കണം. നന്ദി, നമസ്കാരം. ഞാനൊരു പ്രധാന കാര്യം പറയാൻ വിട്ടുവരും, നമ്മുടെ രഞ്ജിത്തിൻ്റെ കാര്യം. ഞാൻ ഈ കോമ്പിനേഷൻ കാര്യം ജോണിയായിട്ട് കോമ്പിനേഷനിലെന്ന് പറഞ്ഞില്ല, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ അഭിനയിച്ച രഞ്ജിത്തുമായിട്ടാണ്. ഡബിങ്ങിന് ഞാൻ കണ്ട് ഞാൻ കപ്പടി അരുണിനോട് പറഞ്ഞു, അസാധ്യമായിട്ട് രഞ്ജിത്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. ഇത് രഞ്ജിത്തിന് പ്രൊഡക്ഷൻ ഹൗസ് ഉള്ളതുകൊണ്ടോ രഞ്ജിത്ത് ഈ പടത്തിലെ ഹീറോ എന്ന് പറയല്ല, സിൻസിയറായിട്ട് പറയാണ്, അസലായി, സൂപ്പറായി. അതുപോലെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു ജോണിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമായി ഇത് മാറും, ഒളിച്ചിട്ടുണ്ട് കാലയ്ക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി വീണ്ടും നേരുന്നു, ഒരുപാട് സന്തോഷം. താങ്ക് യു. UK പോകാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് you can use this passport actually. And I'd like to welcome Ranjit Sajeev to the stage, please. Ranjit Sajeev, നമ്മുടെ UK പാസ്പോർട്ട് ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ്. And you can distribute this passport to our stars. ഈ പാസ്പോർട്ടിൽ നമ്മുടെ മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതൊക്കെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇട്ട് മൂവി മെൻഷൻ ചെയ്യേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. വിൽ സ്റ്റാർട്ട് വിത്ത് നമ്മൾ സംസാരിക്കാനായിട്ട് ആദ്യം ക്ഷണിക്കുന്നത് സുചേട്ടനെയാണ്. ബിക്കോസ് കണ്ട വഴി നല്ല ചിരിച്ച ആളാണ്. സുചേട്ടൻ എന്താ പറയാൻ തോന്നുന്നത്? എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ദിലീപേട്ടനാണ്. സാറിലൂടെ വർക്ക് ചെയ്തില്ല, പക്ഷെ ഞാൻ പ്രണയത്തിൻ്റെ ഓഡീഷൻ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത് അൽഫോൺസ് എടുത്ത് പോർട്ട്ഫോളിയോ കണ്ടിട്ട് പറഞ്ഞ് തമിഴിലേക്ക് വിട്ടോന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത്. പക്ഷെ തമിഴിലേക്ക് ഞാൻ പോയില്ല, മലയാളത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സാറിലൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. മനോജൻ്റെ കൂടെ ഗിവർ ഓഫ് ഡോഗ്സ് നമ്മൾ ഒരുമിച്ച് ചേർന്നാണ്. അജിത്തേണ്ടതും സാറിൻ്റെ നേരിട്ട് ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഭാവിയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പിന്നെ അരുണിനെ പറ്റി പറയുകയാണെങ്കിൽ അരുണിൻ്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ഉപചാരപൂർവ്വം ഉണ്ട് ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ കല്യാണ വീട്ടിൽ
ഉള്ളവരെ തന്നെയായിരുന്നു. നിങ്ങൾ ജോണി ചേട്ടനും നിങ്ങളൊക്കെ ഇവിടെ അതിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ കല്യാണ വീട്ടില് അമ്മാവന്മാരും അമ്മായിമാരും ബന്ധുക്കളൊക്കെ ആയിട്ട് തന്നെയാണ് അവിടെ നിന്നിരുന്നത്. അപ്പോൾ ഇതിലും ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരുപാട് കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്നടുത്ത് ആരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും സിനിമ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ വർക്കാവട്ടെ. തിയേറ്ററിൽ സിനിമ വിജയിക്കുമ്പോഴാണ് അതിൽ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ ഗുണങ്ങളുണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകളും എല്ലാം തന്നെ വിജയിക്കട്ടെ എന്നുള്ള പ്രത്യാശയിലും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിൻ്റെ ക്രൂ ആൻഡ് കാസ്റ്റിന് ഓൾ ദ ബെസ്റ്റ്. ഏറ്റവും അടിപൊളിയായിട്ട്. അതുപോലെ തന്നെ ഫ്രാങ്ക് നേച്ചർ ആൻഡ് ഉയർവിളി ഫിലിംസ്. ഓക്കെ, എല്ലാവർക്കും തന്നെ അഭിനന്ദനങ്ങൾ. ഈ സിനിമ ഏറ്റവും നല്ല സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ശുഭസഹായം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ സംവിധായകൻ അരുൺ വൈഗ ക്ലൈമാക്സ് കഴിഞ്ഞ് എടുത്തെടുത്ത പോലെ ഞാൻ ഗുരുതുല്യരായ ബ്ലസ്സി ചേട്ടൻ, ബ്ലസ്സി സാർ, അതുപോലെ തന്നെ ദിലീപേട്ടൻ, ലിസൺ ഭായ്, മനോജേട്ടൻ, അജിത്തേട്ടൻ, അങ്ങനെ എല്ലാവരെയും ആദ്യം തന്നെ മെൻഷൻ ചെയ്ത് പോകണം. ആരെങ്കിലും വിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സിജി പറഞ്ഞ പോലെ തന്നെ പ്രണയത്തിന്റെ ഓഡിഷൻ ഞാൻ സാറിൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ സാറിനെ കണ്ട് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് ഉദ്ദേശിച്ച ആളല്ല എന്ന് പറഞ്ഞു. കുറച്ച് വളരെ സൗമ്യമായിട്ട് തന്നെ കാര്യങ്ങൾ സാറ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പോന്നു. പിന്നെ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നു 7 സംസ്ഥാന അവാർഡാണെന്ന് തോന്നുന്നു അല്ലേ? എൻ്റെ കണക്ക് 9 സാർ. അപ്പോൾ കണ്ണൂർ സ്കോഡിന് ഏതെങ്കിലും ഒരു ഡിവിഷനിൽ സൗണ്ടിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിൽ നവാഗത സംവിധായകൻ, തിരക്കഥ, അഡാപ്റ്റഡ് ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ എല്ലാം അടിയത് കൊണ്ടുപോയി. ഞാൻ പ്രത്യേകം അതെല്ലാം സാറും ബാക്കിയുള്ള കുടുംബസൊക്കെ വാങ്ങുന്നതിൻ്റെയൊക്കെ സ്റ്റോറി കിട്ടുന്നു. പിന്നെ കണ്ണൂർ സ്കോഡ് കഴിഞ്ഞ് ദിലീപേട്ടൻ എന്നെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. ദിലീപേട്ടൻ പക്ഷേ OTT റിലീസ് കഴിഞ്ഞപ്പോൾ വിളിച്ചു. കുറേ നേരം ദിലീപേട്ടൻ സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ദിലീപേട്ടനെ പോലത്തെ ഒരാൾക്ക് നമ്മൾ വിളിച്ച് കണ്ണൂർ സ്കോഡിൻ്റെ ഓരോ ഡീറ്റെയിൽസും പറഞ്ഞ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ നന്ദി ദിലീപേട്ടൻ. സന്തോഷം, ഓർത്ത് വിളിച്ചതിന് വളരെ സന്തോഷം. ഈ സിനിമയോടൊപ്പം ഞാൻ വർക്കിയിരുന്ന ട്രാഫിക്കും സത്യം മാത്രം ബോധിപ്പിക്കുവാണ്. സത്യം മാത്രമേ ബോധിപ്പിക്കുന്ന സിനിമ ഇറങ്ങി വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിലോട്ട് വിളിച്ച് ഞാൻ പറഞ്ഞു ഇതിൻ്റെ കുറച്ചും കൂടി ഫ്ലെക്സും പോസ്റ്ററും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓഫീസിൽ നിന്ന് വളരെ വിസ്മയിപ്പിക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്ലെക്സ് അടിച്ച പൈസ പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല, ദയവ് ചെയ്ത് ഫോൺ വയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ സത്യം എൻ്റെ അടുത്ത് വളരെ വേദനാജനകമായിട്ട് പറഞ്ഞു. പിന്നെ ജോണിച്ചേട്ടനെ കുറിച്ച് ജോണിച്ചേട്ടൻ നേരത്തെ പറഞ്ഞു നായകന്റെ ആക്സിഡന്റാണ് പറയാൻ ഞാൻ അഭിനയിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിന്റെ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഹീറോയുടെ മകനായിട്ടാണ് രഞ്ജിത്ത് അഭിനയിച്ചിരിക്കുന്നത്. അതാണ് സത്യാവസ്ഥ. പടം കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര രസകരമായിട്ട് ജോണിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തിനും അറിയാമോ സത്യാവസ്ഥ. ജോണിച്ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ കഠിനാധ്വാനം പ്രതിഭകളെ മറികടക്കുന്നു. ഞാൻ പറഞ്ഞതല്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ ഒരു കഠിനാധ്വാനിയാണ് രഞ്ജിത്ത്. അപ്പൊ രഞ്ജിത്ത് എന്തായിരുന്നാലും ഈ മലയാളത്തിലെ പുതിയ താരോദയമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ദിലീപേൻ്റെ ഒരു വളർച്ചയുണ്ട്. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് പ്രചോദനമുള്ള വളർച്ചയാണ്. ഒരു സല്ലാപം, ഒരിഷ്ടം, ഒരു പറക്കും തളിക. ദിലീപേട്ടൻ ഗ്രാജുവലി അത് കൊണ്ടുവന്ന് മീശവാദൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ പാലക്കാട് അരോമ, സിനി അരോമ, ന്യൂ അരോമ ഈ 3 തിയേറ്ററിലും മീശവാദൻ തിരിഞ്ഞും മറിഞ്ഞും ഓടിക്കൊണ്ടിരിക്കും. ഒരിടത്തും ടിക്കറ്റില്ല. അങ്ങനൊരു ദിലീപേൻ്റെ ഒരു വളർച്ചയുണ്ട്. ദിലീപേട്ടൻ ഓരോ ഇടത്തു കൂടെ വന്ന് കൃത്യമായിട്ടത് പ്ലാൻ ചെയ്ത് തിരക്കഥയിലാണെങ്കിലും സംഭാഷണമാണെങ്കിലും ഇവരുടെ കല്യാണമാണെങ്കിലും ഒരുപാട് നല്ല സിനിമ ദിലീപേട്ടൻ്റെ മെഗോപാന്തി ഇറങ്ങുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിക്കും എൻ്റെ എല്ലാവരും ആശംസകളും. അതും ആ സിനിമ നമ്മുടെ സിനിമയിൽ പ്രൊഡ്യൂസറായിട്ടും എക്സിബിറ്ററായിട്ടും ഡിസ്ട്രിബ്യൂട്ടറായിട്ടും കൈവയ്ക്കാത്ത മേഖലകളിൽ എല്ലായിടത്തും വിജയശ്രീലാളിതനെ തോന്നിയൊരു വ്യക്തിയാണ്. ദിലീപേട്ടൻ്റെ സിനിമയ്ക്കും എല്ലാവരും ആശംസകളും. അപ്പോൾ ഈ സിനിമയിൽ എന്നെ ഉൾപ്പെടുത്തിയ അനി മാഡം, സജീവ് സർ, എൻ്റെ സുഹൃത്തായ അരുൺ വൈഗ, എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ടാണ് മുന്നിലിരിക്കുന്നത് ദിലീപേട്ടൻ, ബ്ലസ് സാർ, ലിസ്റ്റ്, മനോജേട്ടൻ, അജിത്തേട്ടൻ, അലക്സ് ജാൻ, ജിജി, സജീവേട്ടൻ, എല്ലാവർക്കും ആശംസകൾ. ഈ സിനിമ ഏറ്റവും മനോഹരമായ സിനിമയെ മാറിയ അരുൺ വൈഗ വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോൾ അരുണിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് അത്. ഏറ്റവും നല്ല സിനിമയായി രഞ്ജിത്തിന്
പറയുന്ന പോലെ പുത്തൻ താരോദയമാണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു നല്ല നടനായി ഉയർത്തുന്ന ഒരു സിനിമയായിരിക്കും ഈ സിനിമയെ ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലൊരു നല്ല സിനിമയെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടുത്തെ നിങ്ങളുടെ പുതിയ സ്ട്രാറ്റജി നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശരിക്കും വൈറലാവണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫനെ ഒരിക്കൽ കൂടി വിളിച്ച് ഒരു 10 വാക്ക് സംസാരിപ്പിച്ച് കുറച്ചുകൂടി വൈറലാവാനുള്ള സാധ്യതയുണ്ട്. ലിസ്റ്റിൻ കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് 10 കോമഡി ഇപ്പം തന്നെ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ലിസ്റ്റിനെ വീണ്ടും വേദിയിലേക്ക് വിളിച്ച് സംസാരിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം മറ്റൊരു പരിപാടി വേണ്ടി വരില്ല. ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഒരു വൈറൽ പ്രസംഗം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എന്നെ അരുൺ ആണ് ഈ പ്രോഗ്രാമിന് വിളിച്ചത്. അപ്പോൾ അരുണായിട്ട് ചേർന്നിട്ട് പലപ്പോഴും അരുൺ എന്നെ ഒരുപാട് കാര്യങ്ങളിലേക്ക് വിളിക്കും. എനിക്ക് പലപ്പോഴും വരാൻ പറ്റാറില്ല. ഇത്തവണ ഇങ്ങനെ എത്താൻ പറ്റിയത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായും രഞ്ജിത്തിൻ്റെ സിനിമകളെയും കണ്ടിട്ടുണ്ട്. എനിക്കിഷ്ടമായ സിനിമയാണ് കോളം. തീർച്ചയായും രഞ്ജിത്തിൻ്റെ ഈ സിനിമയും അതുപോലെ തന്നെ വലിയ സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ സിജുവും റോണിയും പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ പുറകെ തന്നെ ഞാൻ പറയാം. ആ പ്രണയം സിനിമയുടെ ഓഡീഷനിൽ ഞാനും പോയായിരുന്നു. സാറിനെ ഞാൻ കണ്ടായിരുന്നു. സാറ് മോനെ നിനക്കില്ലെന്നും പറഞ്ഞു. അന്ന് ഞങ്ങളെ കാണാത്ത ക്യൂട്ടൊന്നും അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് കാണാൻ ക്യൂട്ടുണ്ടായിരുന്ന ബാസിക്കാണ് സാർ ആ റോള് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ഫ്രാഗ്രൻ നേച്ചർ. ശരിക്കും പ്രണയത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് കൂടിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ ഒരു സ്ഥലത്ത് തന്നെ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭാഗ്യമുണ്ട്. താങ്ക് യു. പിന്നെ ദിലീപേട്ടൻ്റെ കൂടെ ഞാനും സിനിമ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഇപ്പം ചിലവരെന്നെ ദിലീപേട്ടൻ്റെ പേരും ചേർത്ത് പറയുന്നുണ്ട്. ഞാനായിട്ട് ഉത്തരവാദിയല്ല. ഞാൻ ഇടയ്ക്ക് പറയും ചേട്ടാ, ഞാൻ 10ാം വാർഡ് ചേട്ടൻ 2ാം വാർഡ് വന്നു ചെങ്ങനാട് പഞ്ചായത്ത്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ എൻ്റെ അപ്പനായിട്ട് അഭിനയിച്ച ജോണി ചേട്ടൻ പോയോ? പുള്ളി അടുത്ത അപ്പനാവാൻ പോയോ? അവിടെ ജോണി ചേട്ടനും ഞാനും നമ്മൾ 2-3 സിനിമ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് സിനിമയിൽ എൻ്റെ അപ്പനായിട്ട് അഭിനയിച്ചു. മനുഷ്യരുടെ കൂടെ സിനിമ ചെയ്തിട്ടില്ല. നേരത്തിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. അതെ, ആദ്യത്തെ പടത്തിൽ മനോജ് ചേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. തീർച്ചയായും അജിത്തേട്ടൻ്റെ അടുത്ത പടത്തിൽ ഞാനാണ് ലിങ്ക് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. പിന്നെ ഡിസ്ട്രിക്ട് ബായി ആയിട്ട് ചെറുതായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്താല്ലേ? പിന്നെ ലിസ്റ്റിനോട് പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. വിളിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ നമ്പർ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് നമ്പർ ഇത് ചെയ്യുന്നുണ്ട്. ഇത്രയുള്ളൂ. അപ്പോൾ ഈ സിനിമയിൽ പിന്നെ എൻ്റെ മ്യൂസിക് നൽകിയത് രാജേഷാണ്. അപ്പോൾ എൻ്റെ പുതിയ സിനിമയിലും രാജേഷ് തന്നെയാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ രാജേഷിൻ്റെ അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട് ഒരു വൻ പരിപാടിയായി ഈ പടം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അടുത്ത അജിത് സാർ. അടുത്ത ഷാനിഷാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് കോക്കോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിക്കാം. ഹലോ എല്ലാവർക്കും നമസ്കാരം. അരുണിൻ്റെ 3ാമത്തെ പടം, അരുണിൻ്റെ 2ാമത്തെ സിനിമയിൽ എനിക്കൊരു ചെറിയ റോള് അവൻ തന്നായിരുന്നു. അപ്പം ചേട്ടൻ അഭിനയിക്കേണ്ട, ചേട്ടൻ വന്ന് നിന്നാൽ മതി, എനിക്ക് ചേട്ടനെ മതി. അപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു. കാരണം അഭിനയിക്കേണ്ട വന്നിട്ടില്ല. 3ാമത്തെ സിനിമയിൽ അവസരം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞില്ല ചേട്ടൻ ഒറ്റ റോളേ ചെയ്യാൻ പറ്റുള്ളൂ, ഫോട്ടോഗ്രാഫർ മാത്രം, അതുകൊണ്ട് ഇതിനകത്ത് റോളില്ല. ഇപ്പോൾ അരുണിൻ്റെ ബ്രദറാണ് ശരിക്കും. അതായത് അരുണിൻ്റെ തുടക്കം മുതൽ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. പിന്നെ രഞ്ജിത്തിൻ്റെ ഫസ്റ്റ് ഫിലിമിൻ്റെ പ്രൊമോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യു ആസ് എ ആക്ടർ ആ ഗ്രോത്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചതിലും ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊരു നല്ല സിനിമയാവട്ടെ, എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല സിനിമയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മുടെ സിനിമയുടെ നായകൻ രഞ്ജിത്ത് സജി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ പടം UKOKന്റെ ഫസ്റ്റ് പ്രൊമോഷൻ ഇവന്റ്. സോ ഇവിടെ വന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ഹൃദയം നിറഞ്ഞ നന്ദി. എസ്പെഷ്യലി ദിലീപേട്ട, ബ്ലസി സർ, മനുചേട്ട, ജോൺ ചേട്ട, പിന്നെ ഷെറാഫ് ബ്രോ, ഷാനി ബ്രോ, സിജു, എല്ലാവർക്കും. പിന്നെ അരുൺ പറഞ്ഞ പോലെ ആദ്യം ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പം കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ ഞാൻ ചെയ്യാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളാണ് ഇത് ഡിമാൻഡ് ചെയ്തത് എൻ്റെ കഴിഞ്ഞ പടങ്ങൾ. എനിക്ക് തോന്നുന്നു കൽബ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ക്രിപ്റ്റ് കേട്ടത്. അപ്പം ആ സമയത്ത് എനിക്ക് കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് റീവർക്ക് ചെയ്ത്
ഷൂട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ എനിക്ക് പുള്ളി എന്നോട് ഒരുപാട് സംസാരിച്ച് ഡിസ്കസ് ചെയ്തൊരു കോൺഫിഡൻസ് തന്നു ഈ റോള് ബ്രോ ഉറപ്പായിട്ട് ചെയ്യണമെന്ന്. സോ പിന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് ഉറപ്പായിട്ടും പറയാം ഇതെൻ്റെ ഏറ്റവും എന്താ ചേർത്ത് നിൽക്കുന്ന ഒരു പടം തന്നെയാണ് UK. കാരണം എനിക്ക് ശരിക്കും പേഴ്സണലി റിലേറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റും കൂടെ ഇപ്പോൾ തിരിച്ചു നോക്കും. കാരണം ഇപ്പം ഒരു ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ യൂത്ത്, ഈ കാലത്തെ യൂത്ത്, ഇവിടെ നിൽക്കുന്ന യൂത്ത് എല്ലാവർക്കും ആദ്യം പുറത്ത് പോയി പഠിക്കാനോ പുറത്ത് പോയി ജോലി ചെയ്യാനോ താല്പര്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പക്ഷെ അത് തേടി വരാനൊരു ശ്രമം നടക്കുന്നില്ല. സോ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ എനിക്കത് പേഴ്സണലി കണക്ട് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞ പോലെ ഞാൻ ദുബായിലാണ് പഠിച്ചു വളർന്നത്. പക്ഷേ ഞാൻ നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് എൻ്റെ ഒരു പാഷൻ പേഴ്സ് ചെയ്യാൻ ഈ ആക്ടിങ് മേഖലയിൽ. സോ എനിക്ക് ശരിക്കും റെസനേറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റാണ്. സോ ഡെഫിനറ്റ്ലി May 23 റിലീസ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, അതുകൊണ്ട് ഒരു വിജയമാക്കണം. സോ അധികം വൈകാതെ see you all in theaters soon. Thank you. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.